തീട്ടം കോരാൻ പോലും എനിക്ക് മടിയില്ലാത്തൊരു വ്യക്തിയാണ്. എൻ്റെ അമ്മായിയമ്മ മരിക്കാറായിട്ട് ഒരു 10 ദിവസം വയ്യാതെ കിടന്നു. അമ്മായിമ്മയ്ക്ക് 2-3 ദിവസം കൂടുമ്പോഴാണ് മൂത്രവും മലവും ഒക്കെ പോകുന്നത്. ഇതൊക്കെ ഞാൻ കോരിയൊരു വ്യക്തിയാണ്. എന്നെ അത്രയും ദ്രോഹിച്ചിട്ട് പോലും ഞാൻ കോരിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവം തമ്പുരാന്റെ ഒരു അനുഗ്രഹം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ആ ഒരു അനുഗ്രഹം മാത്രം എനിക്ക് മതി. അമ്മ വയ്യാതെ 10 ദിവസം കിടന്നിട്ട് അമ്മയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് സിറോസിസ് വന്നു. ആ രോഗം വന്നിട്ടാണ് അമ്മ മരിക്കാൻ കാരണം. അമ്മ 10 ദിവസം അമ്മ വയ്യാതെ കിടന്നുള്ളൂ. ബാക്കി ചേട്ടനാ നോക്കിയത്. ആ 10 ദിവസം അമ്മ അഡ്ഡക്കിടപ്പാ. മമ്മീനെ വന്ന് വിളിച്ചോണ്ട് പൊക്കോന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതൊന്നും വിചാരിച്ചില്ല. അമ്മേനെ ഞങ്ങൾ വിളിച്ചോണ്ട് വരുമ്പോൾ അമ്മയ്ക്ക് കിടക്കാൻ പോയിട്ട് അമ്മയ്ക്ക് ആളെ പോലും മനസ്സിലാവുന്നില്ല. പിച്ചുംപെയ്യൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. രാത്രിയൊക്കെ ഇറങ്ങി ഓടുക. ഈ 2 പിള്ളേരും ഉണ്ട്, ഞാനും ഉണ്ട്. ഞാൻ ഈ അമ്മേനെ നോക്കണം. 4 ദിവസം കണ്ട കഴിഞ്ഞപ്പോഴാണ് ചേച്ചി വന്നു 4 ദിവസം കണ്ട കഴിഞ്ഞപ്പോൾ. അമ്മ രാത്രിയൊക്കെ ഇറങ്ങി ഓടും. അമ്മയ്ക്ക് മൈൻഡില്ല. നമ്മുടെ മൈൻഡൊക്കെ പോയി. അമ്മയ്ക്ക് ബൈക്കിൽ നിന്ന് പോകുന്നില്ല, മൂത്രവും പോകുന്നില്ല. അമ്മ കിടക്കുന്നിടത്ത് കിടന്നുകൊണ്ടാണ് ഈ 1ഉം 2ഉം ഒരുമിച്ച്. നാറ്റം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റൂല. അമ്മ അതിൽ നാറ്റം. കാരണം 2 ദിവസം കൂടിയിട്ടല്ലേ പോകുന്നേ. എന്നിട്ട് ഈ അമ്മ ഇങ്ങനെ സ്മെല്ലൊക്കെ ആയിരുന്നു അമ്മനെ. ഞാൻ മൊത്തം അമ്മനെ തുടച്ച് കുളിപ്പിച്ച് ഇതൊക്കെ വാഷൊക്കെ ചെയ്ത് അമ്മ കിടക്കുന്ന റൂമൊക്കെ ലോഷനൊക്കെ കൊണ്ടിട്ട് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ നേരെ വെളുത്തപ്പോൾ ബോധം വന്നപ്പോൾ എന്നോട് പറയാ, എത്ര ദിവസമായി കൊച്ചെ ഞാൻ ഉറങ്ങിയിട്ടെന്ന് അറിയുമോ നിനക്ക്? അന്ന് സുഖമായിട്ട് അമ്മ ഉറങ്ങി. ആ അമ്മയുടെ തീട്ടോ മലോ ഒക്കെ ഞാൻ പോരിയ ഒരാളാണ് ഞാൻ. മകള് വരെ എന്നോട് പറഞ്ഞു ഗ്ലൗസ് ഇട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ അമ്മയാന്ന് പറഞ്ഞു. ഞാൻ അതിനെ ഗ്ലൗസ് ഇടാൻ നിൽക്കുന്നത് ഇത് എൻ്റെ അമ്മയാ, എനിക്കറിയാൻ ചെയ്യാന്ന് പറഞ്ഞു. അതിൽ ഞാൻ അന്നൊരു നാട്ടുകാരൊക്കെ അവിടെ ഉള്ള നാട്ടുകാരൊക്കെ പറയാം കൊച്ചു കുറെ കിടന്ന് കഷ്ടപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ